നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 അടങ്ങേറുണ്ടാവും. ഒന്ന്, നിസ്യാനുമാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖി, ഒജീനം തടയപ്പെടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല, അന്ന് പൂട്ടേണ്ടി വരുന്ന്. ടീച്ചറെ മഷി കുടഞ്ഞാല് എന്നർത്ഥം. അതാണ് ഗുരുവിനെ നിസ്സാരാക്കുക പറഞ്ഞാല്. മാഷെ തോണ്ടിയാല്, ഇന്ന് കുട്ടികൾ സ്കൂളിലുള്ള മാഷന്മാർക്ക് കിച്ചണിലുള്ള എല്ലാ സാധനത്തിൻ്റെയും പേരാണ് പറയുക, ഒറിജിനൽ പേര് പറയില്ല. വെണ്ടക്ക, തക്കാളി, ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കിച്ചണിലുള്ള സാധനങ്ങളുടെ പേരാ വിളിക്കൽ. അങ്ങനെ വിളിച്ചാൽ ജീവിക്കാനുള്ള വഴി തടയപ്പെടുന്നതാണ്. ഒരു ഡോക്ടർ കിഡ്നി കച്ചവടാക്കി എന്ന് പറഞ്ഞു കേട്ടാൽ ഉടനെ അന്വേഷിക്കാൻ ടീച്ചറെ മഷി കുടഞ്ഞിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് വന്നപ്പോൾ. മഷി കുടയൽ എന്നുള്ളതൊരു സാങ്കേതിക പ്രയോഗമാണ്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. ഗുരുവിനെ നിസ്സാരമാക്കിയവനല്ലാതെ ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടുകയില്ല. മൂന്നാമത്തെ സൂഉൽ ഖാത്തിമയാണ്, അന്ത്യം ചീത്തയായി മരിക്കുക. മരണം നന്നാകുക, കേടുവരിക. എപ്പോഴാ മരണം നന്നാകുക, എപ്പോഴാ കേടുവരിക? ഒരാൾ മരിച്ചു, നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയാണ്, എന്തോ ഒരു നല്ല മരണല്ലേ, മരിച്ചു എന്നാണ് തോന്നൂല. മോത്തൊക്കെ അങ്ങനെ നോക്കിയാൽ ചിരിച്ചിങ്ങനെ കിടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് നാട്ടുകാരൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ല മരണത്തിൻ്റെ ഒരു അടയാളമാണ്. ഒരാളെ മരിച്ചു, നാട്ടുകാരൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ ഒന്നും മുണ്ടണ്ട, മരിച്ചു പോയില്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നല്ല മരണമല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഒരാൾ മരണപ്പെട്ടു, ജനങ്ങൾ അവനെക്കുറിച്ച് എന്താണോ അഭിപ്രായം പറയുന്നത് അതാണ് നന്മയുടെയും തിന്മയുടെയും അടയാളമായി പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ പറ്റി നല്ല അഭിപ്രായം ആൾക്കാർ പറയണം, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആൾക്കാർ ഇപ്പം എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്നുള്ളതല്ല, ആൾക്കാർ നല്ലത് പറയാന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ്. അന ഇൻദ അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് പറയുന്നുവോ ഞാൻ അങ്ങനെയാണ് എന്ന് ഖുദ്സിയൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനവും ആദരവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക്